വൈദ്യുതി നിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി എം മണി. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി ലോഡ് ഷെഡിംഗ് ഒഴിവാക്കും. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ രേഖാമൂലം ഗവൺമെന്റിനോ ബോർഡിനൊന്നും തന്നിട്ടില്ല. ഇന്നതൊന്നും പറഞ്ഞു അവർ ചില ബഹുജനങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് വിവിധ വിഭാഗങ്ങളുമായി അത് പത്രത്തിൽ വാർത്ത വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവസാനം ഇത് സംബന്ധിച്ച് എന്താ വേണ്ടതെന്ന് അവർ ബോർഡിന് ഒരു വ്യക്തത വന്ന് ഒരു റിപ്പോർട്ടൊന്നും തന്നിട്ടില്ല. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം 19ാം ദിവസത്തിലേക്ക്. പ്രിൻസിപ്പൽ രാജിവെക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, വിവരങ്ങൾ. സ്വാമി, വിദ്യാർത്ഥി സമരം 19ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്താണ് ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് നാളെ സർക്കാരിന് കൈമാറും. ഇതിനുശേഷം ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സർക്കാർ നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ. 19ാം ദിവസത്തിലേക്ക് സമരം കടന്നതോട് തന്നെ കൂടുതൽ ശക്തമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും അതുപോലെ തന്നെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്കും മാർച്ചും പ്രകടനവും അതുപോലെ തന്നെ ധർണയും നടത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് വിദ്യാർത്ഥി സംഘടനകൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ വൈകുന്നേരം തന്നെ തീരുമാനമുണ്ടാവുകയും ചെയ്യും. നാളെ സിൻഡിക്കേറ്റ് നൽകുന്ന റിപ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ വിശദമായ പരിശോധനയും ചർച്ചയും നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാവുക. നടപടി സംബന്ധിച്ച കാര്യങ്ങൾ കൈക്കൊള്ളാനായിട്ടാണ് സർക്കാരിന്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഫയൽ കൈമാറിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കൈമാറിക്കൊണ്ടുള്ള ഒരു സമീപനം സിൻഡിക്കേറ്റ് സ്വീകരിച്ചിട്ടുള്ളത്. 5 വർഷത്തേക്ക് പരീക്ഷാ ചുമതലകളിൽ നിന്ന് പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ ഡിവാർ ചെയ്യുന്ന തരത്തിലേക്കുള്ള തീരുമാനം മാത്രമാണ് സിൻഡിക്കേറ്റ് യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം പ്രിൻസിപ്പലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം, തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. ഈ ആവശ്യം സംബന്ധിച്ച കാര്യത്തിലാണ് ശക്തമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ രീതിയിൽ തന്നെയാണ് സമരം കൂടുതൽ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് സർവകലാശാലയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്കും വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് പോവുക എന്നുള്ള ഒരു ആശയം അവരുടെ ഇടയിലേക്ക് വരികയും അത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ചർച്ച ചെയ്യുകയാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി സമരത്തിനായിരിക്കും തലസ്ഥാന നഗരം വേദിയാവുക. സുനിലാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമി സമരം സിൻഡിക്കേറ്റ് വോട്ടെടുപ്പിൽ നിന്ന് കോൺഗ്രസ് സംഘം വിട്ടുനിന്നത് അന്വേഷിക്കുമെന്ന് VM സുധീരൻ. ഇക്കാര്യത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും സുധീരൻ പറഞ്ഞു. സ്വജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ജനലക്ഷങ്ങൾ അണിചേർന്നപ്പോൾ മഹത്തായ ത്രിവർണ പതാകയ്ക്ക് കീഴിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഇന്ത്യൻ മണ്ണിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യണം. കാൽച്ചുവട്ടിലെ മണ്ണ് RSS കൊണ്ടുപോകുന്നുവെന്ന AK ആന്റണിയുടെ പ്രസ്താവനയെ തള്ളി രമേശ് ചെന്നിത്തല രംഗത്ത്. ഇങ്ങനെയൊരു അഭിപ്രായം തനിക്കില്ല. RSSും BJPയും സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആന്റണിയുടെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നൊരഭിപ്രായം എനിക്കില്ല. പക്ഷേ BJP സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. RSSും BJPയും നടത്തുന്ന ഈ ശ്രമങ്ങളെ കോൺഗ്രസ് പാർട്ടി ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് AK ആന്റണി പറഞ്ഞത്. അല്ല, അദ്ദേഹം മറ്റൊരു വാചകം ഉപയോഗിച്ചിട്ടില്ല. അത് ശരിയല്ല. അത് ഇന്ന് KPCC പ്രസിഡന്റ് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. അത് തെറ്റാണ്. ആന്റണി പറയാത്ത കാര്യങ്ങൾ ചില മാധ്യമങ്ങളിൽ വന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇന്നലെ KPCC പ്രസിഡന്റ് രാത്രിയിൽ അത് തിരുത്തിക്കൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പരീക്ഷ വൈകിയതിനെതിരെ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച വിദ്യാർത്ഥിയെ കോളേജിൽ നിന്നും പുറത്താക്കി. കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ മാത്യു ഏലിയാസിനെയാണ് അകാരണമായി മാനേജ്മെന്റ് പിരിച്ചുവിട്ടത്. TC വാങ്ങി കൊണ്ടുപോയില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ മകന്റെ മൃതദേഹം കാണേണ്ടിവരുമെന്ന് കോളേജ് അധികൃതർ ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥിയുടെ അമ്മ വെളിപ്പെടുത്തി. 2015 നാട്ടകം സ്വദേശിയായ മാത്യു ഏലിയാസിന് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ചത്. സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലെ 2 സെമസ്റ്ററുകളിലും 70% മാർക്കോടെയായിരുന്നു വിജയം. 3ാമത്തെ സെമസ്റ്റർ വൈകിയതോടെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല VCക്കെതിരെ മാത്യു ഏലിയാസ് നവമാധ്യമത്തിലൂടെ പ്രതികരിച്ച് പോസ്റ്റിട്ടു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മാനേജ്മെന്റിന്റെ നോട്ടപ്പുള്ളിയായ മാത്യുവിനെ
മയക്കുമരുന്നിനടിമയാണെന്ന് മുദ്രകുത്തി കഴിഞ്ഞ മാസം 16-ന് കോളേജിൽ നിന്നും പുറത്താക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. പോസ്റ്റ് കണ്ട ഒരു അച്ഛനെ വിളിച്ചിട്ട് അവർ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവനെ കയറ്റണ്ട, ഇവൻ 98% ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ്. കാരണം കാണിക്കാതെയാണ് മാത്യുവിനെ പുറത്താക്കിയിട്ടുള്ളത്. കോളേജിൽ വിളിച്ചു വരുത്തിയ ശേഷം അധികൃതർ മോശമായാണ് പെരുമാറിയതെന്നും എതിരെ ശബ്ദിച്ചാൽ മകനെ സൈബർ കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും അമ്മ റോസ്ലിൻ ഹാലി പറഞ്ഞു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ ആരെ അറിയിക്കാൻ പാടില്ല, അങ്ങനെ പറയാന്ന് ഇപ്പം സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ട് ഇവനെ പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ റൂബേനച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് അച്ഛൻ പറഞ്ഞത് എന്തുവാന്ന് ഞാനൊരമ്മ, എന്റെ അളിയൻ അവിടെ ഇരിക്കുമോ, എന്താന്ന് നമുക്ക് പറയാനൊക്കെ. ഇനിയൊരു അവസരം കൂടി മകന് നൽകണമെന്ന് കോളേജ് അധികൃതരോട് അപേക്ഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: ഇപ്പം അമ്മ ജീവനോട് കൊണ്ടുപോകാണെങ്കിൽ മകനെ കാണാം, അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ എന്റെ ബോഡി ശരീരം പോലും കാണാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതേസമയം ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് ടിസിയിൽ ഒപ്പിട്ട കോളേജ് പ്രിൻസിപ്പലും അധികൃതരും ഫോണിൽ പ്രതികരിച്ചത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. യുപിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആദ്യമായി രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇന്ന് സംയുക്ത പ്രചാരണം നടത്തും. ഉച്ചയ്ക്ക് ശേഷം ലക്നൌവിലാണ് ഇരു നേതാക്കളും ഒരുമിച്ചുള്ള റോഡ് ഷോ. ഇരു നേതാക്കളും ഒരുമിച്ചുള്ള പോസ്റ്ററുകളും ഉത്തർപ്രദേശിൽ സജീവമായി കഴിഞ്ഞു. അതേസമയം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന BJP പ്രകടന പത്രികയ്ക്ക് എതിരെ BSP രംഗത്തെത്തി. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യമെന്ന മുദ്രാവാക്യത്തിലാണ് ആദ്യമായി രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും സംയുക്തമായി ഇന്ന് പ്രചാരണം നടത്തുക. ലക്നൌവിൽ ഇരു നേതാക്കളുടെയും സംയുക്ത വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് റോഡ് ഷോ ആരംഭിക്കുക. മുസ്ലിം വിഭാഗങ്ങൾ കൂടുതലുള്ള ലക്നൌവിലെ ഹസ്രത്ഗഞ്ച് മേഖലയിലൂടെ തുടങ്ങി യുവാക്കളുടെ സ്വാധീനം കൂടുതലുള്ള കിഴക്കൻ ലക്നൌവിലൂടെയാണ് ഇരു നേതാക്കളുടെയും ആദ്യഘട്ട സംയുക്ത പ്രചാരണം. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചുള്ള പോസ്റ്ററുകളും ഉത്തർപ്രദേശിലെ നിരത്തുകളിൽ സജീവമായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും സമാജ്വാദി പാർട്ടിയുടെ സുപ്രസിദ്ധ സൈക്കിൾ ചിഹ്നവും പോസ്റ്ററിൽ സമാസമം ഇടം പിടിച്ചു. കോൺഗ്രസിന്റെ ത്രിവർണ്ണ നിറവും SP-യുടെ പച്ചയും ചുവപ്പും നിറങ്ങളും പോസ്റ്ററുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ യാദവും അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉണ്ടാവും. അതേസമയം രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന BJP-യുടെ പ്രകടന പത്രിക വാഗ്ദാനത്തിനെതിരെ BSP രംഗത്തെത്തി. മതത്തെ മുൻനിർത്തി പ്രചാരണം നടത്തരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത് BJP കാറ്റിൽ പറത്തുകയാണെന്ന് BSP ആരോപിച്ചു. UP-യുടെ സ്വന്തം പുത്രന്മാരെന്ന വ്യാഖ്യാനങ്ങളുമായാണ് അഖിലേഷിന്റെയും രാഹുലിന്റെയും ഒറ്റക്കെട്ടായുള്ള പ്രചാരണം. എന്നാൽ രാമക്ഷേത്രവും മുത്തലാഖും ഉൾക്കൊള്ളിച്ചുള്ള പ്രകടന പത്രിക ഇതിനെല്ലാം ബദലാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് രാജ്യം കടക്കാനിരിക്കെ പാർലമെന്റ് സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ നാളെ സർവകക്ഷി യോഗം വിളിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് ബഡ്ജറ്റ് അവതരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇരുസഭകളിലും പ്രക്ഷോഭം നടത്തും. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗോവ, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിലിൽ നിൽക്കുമ്പോഴാണ് ബഡ്ജറ്റ് സമ്മേളനത്തിനായി പാർലമെന്റ് ചേരുന്നത്. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ 2ാം ദിവസം മോദി സർക്കാർ 3ാമത്തെ കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കും. 5 സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ പരോക്ഷമായി ഇത് മറികടക്കാനുള്ള വഴികൾ അരുൺ ജെയ്റ്റ്ലി തേടുമെന്നുറപ്പ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെ പ്രതിപക്ഷ പാർട്ടികൾ സഭാ സമ്മേളനത്തിൽ എതിർക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ബഡ്ജറ്റ് അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതി. രാഷ്ട്രപതി പ്രണബ് മുഖർജി ധനമന്ത്രിയായിരിക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബഡ്ജറ്റ് അവതരണം മാറ്റിയത് മാതൃകയാക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നോട്ട് മാറ്റത്തിന് നിയമ പിന്തുണ നൽകാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കിയിരുന്നു. ഇത് മണിബില്ലായി ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. രാജ്യസഭയിലെ പ്രതിപക്ഷ എതിർപ്പ് മുന്നിൽ കണ്ടാണ് മണിബില്ലായി അവതരിപ്പിക്കുന്നത്. ഇതും പ്രതിപക്ഷ എതിർപ്പിന് കാരണമാകും. ഈ പശ്ചാത്തലത്തിൽ സഭാ സമ്മേളനം സുഗമമായി നടത്തണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ നാളെ വൈകുന്നേരം സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. നോട്ടുമാറ്റത്തെ തുടർന്ന് കനത്ത പ്രക്ഷോഭത്തിനാണ് പാർലമെന്റ് ശീതകാല സമ്മേളനം സാക്ഷ്യം വഹിച്ചത്. സമാനമായ പ്രതിഷേധം ഇത്തവണയും ഭരണപക്ഷത്തിന് നേരിടേണ്ടി വരും. ഇപ്രാവശ്യമെങ്കിലും മോദി മൗനം വെടിയണമെന്ന മുദ്രാവാക്യവും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തും. ഡൽഹിയിൽ നിന്നും സന്തോഷ് സാർലിംഗ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ശേഷിക്കെ കൂടുതൽ ജനകീയ പദ്ധതികളുമായി ചാലക്കുടി MP ഇന്നസെന്റ്. 3 വർഷത്തിനിടെ നടപ്പാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ഹോർഡിംഗ് ക്യാമ്പയിന് MP തുടക്കം കുറിച്ചു. കുടിവെള്ളം, റോഡ് തുടങ്ങി അടിസ്ഥാന സൗകര്യത്തിനൊപ്പം വിവിധ മേഖലകളിൽ നടപ്പാക്കിയ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളുടെ ചുവടുപിടിച്ചാണ് ഇന്നസെന്റ് MP പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നത്.
മണ്ഡലത്തിലെ 5 താലൂക്ക് ആശുപത്രികളിൽ മാമോഗ്രാം യൂണിറ്റുകളും ഡയാലിസിസ് യൂണിറ്റുകളും നൽകി പൊതുജനാരോഗ്യ മേഖലയിൽ സമഗ്ര പുരോഗതി ലക്ഷ്യമിടുന്ന അദ്ദേഹം കാർഷിക ടൂറിസം മേഖലകളിലാണ് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുന്നത്. നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് MP. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമുക്ക് വോട്ട് ചെയ്ത സഹോദരന്മാരെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രധാന കടമ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവണമെങ്കിൽ നമ്മളത് പറയണം. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ഹോർഡിങ്സ് നമ്മൾ വെക്കുന്നുണ്ട്, റോഡിൽ ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളത്. ഞാൻ ആദ്യം ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് തോന്നി സാധാരണ ജനങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യണം. അതിരമ്പള്ളി മുതൽ നമ്മൾ ഈ കോടനാട് വരെ ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ളത് പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ജാതിക്ക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള നെറ്റ്വർക്ക് പാർക്കും PMGSY പദ്ധതിയിൽ നിന്ന് നേടിയെടുത്ത പണം ഉപയോഗിച്ചുള്ള പാലവും ഇന്നസെന്റ് MP മണ്ഡലത്തിൽ വൈകാതെ തന്നെ യാഥാർത്ഥ്യമാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡിവൈഎഫ്ഐയുടെ പതാക ജാഥ നാഗർകോവിലിൽ തടഞ്ഞു. പോലീസ് ഡിവൈഎഫ്ഐയുടെ പതാക പിടിച്ചുവാങ്ങി. BJP ഇടപെടലാണ് പോലീസ് പ്രകോപനത്തിന് കാരണമെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എന്താണ് സംഭവിച്ചത്? സ്വാമി, ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ജാഥ ഇന്ന് രാവിലെ 10 മണിക്ക് കന്യാകുമാരിയിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത്. രാവിലെ 10-ന് മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ CPM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PA മുഹമ്മദ് റിയാസാണ് പതാക ഏറ്റുവാങ്ങി പതാക ജാഥയുമായി തലസ്ഥാന നഗരിയിലേക്ക് നീങ്ങിയിരുന്നത്. ഇതിനിടയിലാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. പോലീസ് പതാകയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പതാക പിടിച്ചു വാങ്ങുന്ന സമീപനം വരെ ഉണ്ടായി. ഇതിനെ തുടർന്ന് ഇപ്പോൾ പതാക ജാഥ വീണ്ടും നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്ന് വീണ്ടും അവിടെ നിന്ന് പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. BJPയുടെ ഇടപെടലാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിന് ഇടയാക്കിയത് എന്നാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി പതാക കൊടിമര ജാഥകൾ നെയ്യാറ്റിൻകരയിൽ സംഗമിക്കും. തുടർന്ന് വൈകിട്ട് 6-7 മണിയോടുകൂടി തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരും. ഇവിടെ നിന്ന് സമ്മേളന വേദിയായ കൊച്ചിയിലേക്ക് പിന്നീട് നീങ്ങും. സ്വാമി ദിനകർ, ഇങ്ങനെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണോ പോലീസ് ഡിവൈഎഫ്ഐയുടെ പതാക പിടിച്ചു വാങ്ങിയത്? പ്രത്യേകിച്ച് BJPയുടെ പ്രകോപനം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ട് എന്ന് ആരോപിക്കുമ്പോൾ പോലും. തീർച്ചയായും സ്വാമി, പതാക ജാഥ നാഗർകോവിൽ നിന്നും പ്രയാണം ആരംഭിച്ച് ബൈക്കിലും അതോടൊപ്പം തന്നെ അംഗങ്ങളും പതാക ഏന്തി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് പോലീസിന്റെ ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായത്. ഇത് BJPയുടെ മന്ത്രി കൂടിയായിട്ടുള്ള പൊൻ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ കൂടിയായിരുന്നു കടന്നു വന്നത്. ഇതിന് പിന്നിൽ BJPയുടെ ഇടപെടൽ ഉണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാമി, ഇപ്പോൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റിയാസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നാഗർകോവിലിൽ? ഡിവൈഎഫ്ഐയുടെ പതാക ജാഥ നാഗർകോവിലിൽ തടഞ്ഞു. പോലീസ് ഡിവൈഎഫ്ഐയുടെ പതാക പിടിച്ചു വാങ്ങുകയാണ് ഉണ്ടായത്. BJP ഇടപെടലാണ് പോലീസ് പ്രകോപനത്തിന് കാരണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. ഇന്ന് രാവിലെയാണ് കന്യാകുമാരിയിൽ നിന്ന് അഖിലേന്ത്യാ സമ്മേളനത്തിനുള്ള പതാക ജാഥ ആരംഭിച്ചത്. ഈ പതാക ജാഥയാണ് നാഗർകോവിലിൽ പോലീസ് തടഞ്ഞത്. പോലീസ് ഡിവൈഎഫ്ഐയുടെ പതാക പിടിച്ചുവാങ്ങി. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ചേരുന്നു. ശ്രീ മുഹമ്മദ് റിയാസ്, എന്താണ് നാഗർകോവിലിൽ സംഭവിച്ചത്? നാഗർകോവിൽ ഇന്ന് കന്യാകുമാരിയിൽ ഗാന്ധി മണ്ഡപത്തിൽ വെച്ച് ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഈ ജാഥയിലൂടെ ആ പ്രസംഗത്തിലുടനീളം RSSനും BJPക്കുമെതിരെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം RSS BJPയുടെയും അസഹിഷ്ണുതക്കെതിരെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട്ടിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ വേട്ടയാടുകയും ജയിലിലടക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്യുന്നതിനെതിരെ പ്രസംഗിച്ചിരുന്നു. അതിനുശേഷം ജാഥ മുന്നോട്ട് പോയി. ജാഥയെ 500ഓളം ബൈക്കുകൾ അകമ്പടിയോടെ പോകുന്നുണ്ട്. അതിൽ ചെഗുവേരയുടെ ചിത്രം ധരിച്ച ടീഷർട്ടാണ് തമിഴ്നാട്ടിലെ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ജാഥയെ അണിനിരക്കുന്നത്. അവരുടെ കൈകളിൽ കൊടിയുമുണ്ട്. ഈ പ്രദേശം BJPയുടെ കേന്ദ്രമന്ത്രിയും പ്രധാനപ്പെട്ട നേതാവുമായ പൊൻ രാധാകൃഷ്ണന്റെ മണ്ഡലമാണ്. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പോലീസ് 3 തവണ മോട്ടോർ ബൈക്കിൽ വന്ന സഖാക്കളെ പിടിച്ചു മാറ്റുകയും അവരുടെ കൈകളിൽ നിന്ന് കൊടി വലിച്ചു വാങ്ങുകയും അവരെ ഉന്തിത്തള്ളിയിടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായപ്പോ അവസാനം പതാക ജാഥ തടയുന്നിടത്തേക്ക് എത്തി.
പതാക ജാഥയുടെ മുമ്പിൽ പോലീസ് വാഹനം കൊണ്ടു നിർത്തി പതാക ജാഥ തടയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോ അവസാനം ശക്തമായ രീതിയിലേക്ക് ഡിവൈഎഫ്ഐ പതാക ജാഥ വാഹനത്തിലുള്ള ഞങ്ങൾക്കൊക്കെ ഇറങ്ങി സംസാരിക്കേണ്ടി വന്നു. ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രശ്നം തീർന്നുവെങ്കിലും പോലീസ് വീണ്ടും ഇത് തുടരുകയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരിൽ നിന്നും പൊടി വാങ്ങാനുള്ള ഒരു ശ്രമം വീണ്ടും നടത്തുകയാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വമുള്ള ശ്രമമാണ്. ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത BJP-യുടെ MP ഉള്ള സ്ഥലത്ത് സംസ്ഥാനത്തിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന, രാജ്യത്ത് തന്നെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ 10ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഉയർത്തുവാനുള്ള പതാക കന്യാകുമാരി, തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അത് തടയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ഇവർ വരുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവിടെ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ കൊക്കിൽ അവസാന ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ കയ്യിൽ കൊടിയേന്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. ഈ പോലീസ് ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ഇത് പല രീതിയിൽ തടയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, അവിടെ പ്രസംഗിച്ചു എന്ന അസഹിഷ്ണുതയ്ക്കെതിരെയുള്ള പ്രസംഗമാണോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിന് ഇടയാക്കിയിട്ടുള്ളത്? അവിടെ ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് MA ബേബി പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത് RSSന്റെയും വീണ്ടും പോലീസ് ഇപ്പോ മോട്ടോർ ബൈക്കിനിടയിൽ തടയുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പൊ വീണ്ടും പോലീസ് ഞങ്ങളുടെ വാഹനം നിർത്തി വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് റിയാസ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഡിവൈഎഫ്ഐയുടെ പതാക ജാഥ നാഗർകോവിലിൽ തടഞ്ഞു. പോലീസ് ഡിവൈഎഫ്ഐയുടെ പതാക പിടിച്ചു വാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. BJP-യുടെ ഇടപെടലാണ് പോലീസ് പ്രകോപനത്തിന് കാരണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്. ഒപ്പം ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ്. ജന്മനാലുണ്ടായ വൈകല്യം മറികടക്കാൻ 4 വയസ്സുകാരൻ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. ഇടുക്കി കരിങ്കുന്നം വാലിപ്പാറയിൽ വീട്ടിൽ സുനിൽ സൗമ്യ ദമ്പതികളുടെ മൂത്ത മകൻ ഗൗരിനന്ദനാണ് വിധിയെ തോൽപ്പിക്കാൻ കരുണയുള്ളവരുടെ സഹായം തേടുന്നത്. ഗൗരിനന്ദൻ എന്ന ഈ 4 വയസ്സുകാരന്റെ ദുരവസ്ഥയിലേക്കാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുന്നത്. ജന്മനാൽ ഹൃദയവൈകല്യമുള്ള ഇവനെ രക്ഷിക്കാൻ ഇനി ഹൃദയമുള്ള പ്രേക്ഷക മനസ്സുകൾക്ക് മാത്രമാണ് ആകുക. ഇടുക്കി കരിങ്കുന്നം വാലിപ്പാറ വീട്ടിൽ സുനിൽ സൗമ്യ ദമ്പതികളുടെ മകനാണ് ഗൗരിനന്ദൻ എന്ന ഈ കൊച്ചുമിടുക്കൻ. ജന്മനാൽ ഹൃദയവൈകല്യമുള്ള ഇവനെ രക്ഷിക്കാൻ കയ്യിലുള്ളതെല്ലാം വിറ്റ് സുനിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയും നടത്തി. എന്നാൽ ഗൗരിനന്ദൻ ഇന്ന് നേരിടുന്ന വിഷമതകൾ ഇതൊന്നുമല്ല. മൂത്രനാളിയുടെ തകരാർ മൂലം നിർത്താതെ ഒഴുകുന്ന മൂത്രം, ഒപ്പം ശരീരത്തിനുള്ളിൽ ഒരേ ദിശയിൽ ഒട്ടിയിരിക്കുന്ന വൃക്കകൾ, ഇത് രണ്ടും ശരിയാക്കണം. ഇതിന് പണം വേണം. മകന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പുറപ്പെട്ട അച്ഛൻ സുനിലിന് പഴയ പോലെ കരുത്തില്ല. കാരണം സുനിലും ഇതിനോടകം ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിയായി. എങ്കിലും ഏതൊരച്ഛനെയും പോലെ സുനിലിനും മകനെ രക്ഷിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. 2ആയിട്ടാണ് ഇപ്പോൾ സർജറി ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. ഫസ്റ്റ് യൂറിനറി ഫങ്ഷൻ ശരിയാക്കുക, അതിനുശേഷം അപ്പോൾ ട്രീറ്റ്മെന്റിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പെൻസ് കൂടുതലായിരുന്നു. കൃത്യമായിട്ടുള്ള എക്സ്പെൻസസ് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗൗരിനന്ദന് ഒരു അനുജനുണ്ടെങ്കിലും അവനെ മടിയിലിരുത്തി കളിപ്പിക്കാൻ ഇവന് ഇന്നുമായിട്ടില്ല. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചാണ് അമ്മ സൗമ്യയുടെയും കാത്തിരിപ്പ്. പണം ഞങ്ങളെ ഇപ്പൊ തന്നെ അത്യാവശ്യം ആൾക്കാർ കുറച്ചൊക്കെ സഹായിച്ചു. പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടാകുന്ന പലതും വിറ്റു, വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം വിറ്റു. എന്റെ ഗോൾഡ് എല്ലാം തന്നെ കൊടുത്തു. ഇപ്പം എനിക്ക് വേറെ നിർത്തിയില്ലാത്ത ഒരു നിലയിലാണ് ഞങ്ങളിപ്പോ. ഗൗരിനന്ദന്റെ ചികിത്സയ്ക്കും അനുബന്ധ കാര്യത്തിനുമായി 10 ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിന് ആവശ്യം. സഹായിക്കാൻ സുമനസ്സുള്ളവർ SBT കരിങ്കുന്നം ശാഖയിലെ 67175550718 എന്ന അക്കൗണ്ടിലേക്ക് സഹായം എത്തിക്കുക. ഈ കുരുന്നിന്റെ പുഞ്ചിരി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് ഞങ്ങളുടെയും വിശ്വാസം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.